നമുക്കിനി പോകാനുള്ളത് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടും ചൂരും എത്രത്തോളം ഉണ്ട് എന്നറിയാനാണ് കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീനാഥ്, പശ്ചിമ ബംഗാളിലെ പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എത്രത്തോളം ആവേശമുണ്ട് അവിടെയൊക്കെ, എങ്ങനെയാണ്, എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് സ്ഥാനാർത്ഥികൾക്ക്, എന്നാണ് വിവരങ്ങൾ? GK, ഏതായാലും ഒരു വലിയ പ്രചാരണ കാലം, അത് പൊടിപാറിയ പ്രചാരണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രചാരണ കാലത്ത് നമുക്ക് ഫീൽ ചെയ്തതാണ്. BJP-യുടെയും തൃണമൂലിന്റെയും തമ്മിലാണ്, ഈ രണ്ട് പാർട്ടികൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതിൽ തന്നെ BJP ഇത്തവണ ഒരു അത്ഭുതം കാട്ടി കേവല ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ വലിയ പ്രചാരണം നടത്തുന്നത് കണ്ടു. ഇന്നും ഇപ്പോൾ ദേശീയ നേതാക്കൾ, അമിത്ഷാ അടക്കമുള്ള നേതാക്കളുടെ, അമിത്ഷാ ഇന്നിപ്പോൾ 4 റാലികൾ പങ്കെടുക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ അധികാരം നിലനിർത്താൻ ഇത്തവണയും കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. വനിതാ വോട്ടർമാർ ഇത്തവണയും ഒപ്പം ഉണ്ടാവും എന്നത് മമതാ ബാനർജി പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കാണുന്നു. കാലാകാലങ്ങളിൽ വനിതാ വോട്ടർമാർ ഒപ്പം നിന്നതാണ് മമതയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം. മാത്രമല്ല, ബംഗാളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്യുന്ന ആ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരിടം കൂടിയാണ് ബംഗാൾ. അങ്ങനെ പല ഘടകങ്ങൾ വെച്ച് മമതാ ബാനർജി ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി അധികാരം നിലനിർത്താം എന്നത് പ്രതീക്ഷിക്കുന്നു. ബംഗാൾ വികാരം, പ്രാദേശിക വികാരം പരമാവധി ഉണർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ മമത ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ DMK ചെയ്യുന്നത് പോലെ കേന്ദ്ര സർക്കാരിനോട് നേർക്കുനേർ നിന്ന് പോരാടുന്ന ഒരു സർക്കാർ തൃണമൂലിന്റെ സർക്കാർ തന്നെയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനോടുള്ള നേരിട്ടുള്ള പോരാട്ടം നടത്തുന്ന മമതാ ബാനർജി BJP-യോട് ഇത്തവണ നേർക്കുനേർ പോരാട്ടം നടത്തുകയാണ്. അധികാരം നിലനിർത്താമെന്നത് അവർ പ്രതീക്ഷിക്കുന്നു. ഇടത് പാർട്ടികളാവട്ടെ ഇത്തവണയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നവർ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല CPIM-ന്. കഴിഞ്ഞ ദിവസം CPM ആസ്ഥാനത്ത് പോയപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടൊന്നും അവിടെ നിന്ന് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPIM ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസും വലിയ ഒരു പ്രതീക്ഷ ഇത്തവണ വെക്കുന്നില്ല. എന്നാൽ പോലും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഇന്നലെയും വലിയ പ്രചാരണമൊക്കെ സംസ്ഥാനത്ത് നടത്തുന്നുണ്ടായിരുന്നു. പല വിഷയങ്ങൾ ചർച്ചയായി. 16 ജില്ലകളിലുള്ള 152 മണ്ഡലങ്ങളിലേക്കാണല്ലോ ഈ വരുന്ന വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ, അതിന്റെ സ്വഭാവം എന്താണ്? ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത് ബാനറുകളില്ല, പോസ്റ്ററുകളില്ല, പലയിടങ്ങളിലും കൊടിതോരണങ്ങളൊന്നും തന്നെ ഇല്ല. പരമാവധി സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് ആളുകളെ കാണുന്ന ഒരു രീതി അവിടെയുണ്ട്. അതിനപ്പുറത്ത് അവർക്ക് സ്ഥാനാർത്ഥികളെ സുപരിചിതരാക്കുന്ന രീതിയിലുള്ള നടപടികളും നീക്കങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. എന്താണ് പശ്ചിമ ബംഗാളിൽ ഈ 16 ജില്ലകളിൽ 152 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പരസ്യപ്രചാരണത്തിന്റെ സ്വഭാവം എന്താണ്? GK, 152 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ വരുന്നുണ്ട്. കൊൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിലെ ആ വോട്ടെടുപ്പ് 2ാം ഘട്ടത്തിലാണ്. എന്നാൽ പോലും ഈ 152-ൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളുണ്ട്. അതിൽ സിലിഗുരി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി നിൽക്കുന്ന, ഒരു കാലത്ത് നക്സൽ ബാരി പോലെ അറിയപ്പെട്ടിരുന്ന ഒരു മേഖല, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നന്ദിഗ്രാം ഈ ഒരു വോട്ടെടുപ്പിൽ ഭാഗമാവുന്ന ഇടമാണ്. സുവേന്ദു അധികാരി കഴിഞ്ഞ തവണ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ നന്ദിഗ്രാമിൽ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നു. CPIM-ന്റെ തകർച്ചയ്ക്ക് അവസാനത്തെ ആണിയും അടിച്ച ഒരു സംഭവമായിരുന്നു നന്ദിഗ്രാം എന്നത് ബംഗാളിലെ അനുഭവമാണ്. ആ ഇടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ മറ്റന്നാൾ ജനവിധി തേടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇന്നലെ വരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചാരണം നടത്തിയത്. മമതാ ബാനർജി അടക്കമുള്ളവർ, അഭിഷേക് ബാനർജി അടക്കമുള്ളവർ തൃണമൂലിന് വേണ്ടി ഈ മേഖലയിൽ ഒന്നാകെ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചാരണം നടത്തുന്നത് കണ്ടു. ഇന്നും ഇപ്പോൾ അമിത്ഷായുടെ പ്രചാരണ റാലി 4 ഇടങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഈ മേഖലകൾ തന്നെയാണ്. അങ്ങനെ ഇന്നുകൂടി പ്രചാരണം നടത്തി ഈ മേഖലകളിൽ പരമാവധി വോട്ടുകൾ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പോകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെയാണ്. ഒരു 10 സീറ്റുകൾ അധികമായി ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. 2ാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിലേക്കാണ് ജനവിധി തേടുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന മേഖലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം 1ാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരുടെ SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവാൻ കിട്ടുന്ന അവസാന മണിക്കൂറുകളിലാണ് ഈ നിമിഷങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി വോട്ടർ പട്ടികയിൽ 7 ലക്ഷം പേരെ വോട്ടർമാരെ കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ ഏതാണ്ട് 3.5 ലക്ഷത്തോളം പേർ ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ എത്തേണ്ടവരാണ്. പക്ഷേ സമഗ്രമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ടല്ലോ, അല്ലേ?
തീർച്ചയായും ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ദിനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും ഈ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്ന ഈ തർക്ക പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ട്രൈബ്യൂണലുകളിലെ ഓഫീസുകൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. വലിയ ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. പലർക്കും അതിന് അകത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല എന്ന തരത്തിൽ ഇന്നത്തെ മാധ്യമങ്ങൾ പല പത്രങ്ങളിലും വാർത്തകൾ കാണുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ ജനങ്ങൾ ഒട്ടേറെ ബുദ്ധിമുട്ടി ഇപ്പോഴും ഈ ട്രൈബ്യൂണലുകൾക്ക് മുന്നിലേക്ക് രേഖകളുമായി എത്തുന്നു. പലവിധ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയവരുണ്ട്. അതിനേക്കാൾ കൂടുതൽ പേർ ഈ തർക്കം ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് അവരുടെ വോട്ടിംഗ് റൈറ്റ് അവിടെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയും കുറെ മനുഷ്യരുണ്ട്. അവരും ഈ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായവരിലാണ്. കൂടുതൽ നെഞ്ചെടുപ്പ് അവർക്ക് അവസാനമായി കിട്ടുന്ന ഒരു അവസരമാണ്. അതിൽ എങ്ങനെയെങ്കിലും ഈ രേഖകൾ ഹാജരാക്കി ബോധ്യപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി വോട്ടർ പട്ടികയിലേക്ക് ചേരാനുള്ള ശ്രമത്തിലാണ് മനുഷ്യരുള്ളത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലും ഇത് തന്നെയാണ് കാഴ്ച. ഏതാണ്ട് 1 കോടിക്കടുത്ത മനുഷ്യരാണ് ഈ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് SIR കാരണം പുറത്തേക്ക് പോയത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് അവകാശമുണ്ട് എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളുമായാണ് ആളുകൾ ഇപ്പോഴും വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾക്ക് ഈ കേന്ദ്രങ്ങൾ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തേണ്ടി വരും. അതിനുള്ള ചെലവുണ്ട്. സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ബുദ്ധിമുട്ടി പണം ചെലവിട്ട് അവിടെ വന്ന് ക്യൂ നിന്ന് സമയമെടുത്ത് ഇതൊക്കെ ചെയ്തു തീർക്കുക എന്നത് എളുപ്പമല്ല. എന്നാൽ പോലും അതിന് തയ്യാറായി ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൂട്ടമായ ആളുകൾ എത്തുന്നുണ്ട് എന്ന് പറയുന്നത് ബംഗാളിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.